ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് മൾട്ടി ലീഡർ എന്ന ഈ പെർട്ടിക്കുലർ ഓപ്ഷനെ പരിചയപ്പെടാം. മൾട്ടി ലീഡർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ മൾട്ടി ലീഡർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ 3x20 ഡീപ്പ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഓപ്ഷനിൽ നിന്നും പുറത്തു വരുന്നതായിരിക്കും. ഇതാണ് മൾട്ടി ലീഡർ ഓപ്ഷൻ. അടുത്തതായി നമുക്ക് ആഡ് ലീഡർ എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. അതായത് നമുക്ക് ഈ രണ്ട് ഷേപ്സിനെ ഈ ഒരു ലീഡിനോട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ലീഡ്സ് ഈ പെർട്ടിക്കുലർ ഓബ്ജക്റ്റിനോട് അസൈൻ ചെയ്യുക. അസൈനിങ് കംപ്ലീറ്റ് ആയ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ലീഡർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി ഇവിടെ കാണുന്ന റിമൂവ് ലീഡർ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ലീഡർ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്മേൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലീഡർ റിമൂവ് ആയിരിക്കുന്നതായി കാണാം. ഇതാണ് ഡിലീറ്റ് ലീഡറിന്റെ ഫംഗ്ഷൻ. അടുത്തതായി നമുക്ക് ലീഡർ അലൈൻ ഓപ്ഷനെ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ആദ്യം ഒരു പെർട്ടിക്കുലർ ലീഡ് അസൈൻ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ടെക്സ്റ്റ് 3x2 പിച്ച് എന്ന് എൻ്റർ ചെയ്യാം. ഇവിടെ നോക്കിയാൽ കാണുവാൻ സാധിക്കും ആദ്യത്തെ ലീഡറും അതുപോലെ രണ്ടാമത്തെ ലീഡറും രണ്ട് പൊസിഷൻസിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇവ രണ്ടും തമ്മിൽ അലൈൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് അലൈൻ ലീഡർ. ഇവിടെ അലൈൻ ലീഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലീഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് ഓഫ് ലീഡർ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നതനുസരിച്ച് രണ്ടും ഒരുമിച്ച് അലൈൻ ആവുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് മൾട്ടി ലീഡർ സ്റ്റൈൽ മാനേജറെ പരിചയപ്പെടാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൾട്ടി ലീഡർ സ്റ്റൈൽ മാനേജർ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ന്യൂ, മോഡിഫൈ, സെറ്റ് കറന്റ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ സ്റ്റൈൽ നെയിം മെൻഷൻ ചെയ്യാം. നിങ്ങൾക്കൊരു സ്റ്റൈൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലീഡർ ഫോർമാറ്റ്, ലീഡർ സ്ട്രക്ചർ, കണ്ടന്റ് എന്നീ ടാബുകൾ കാണാവുന്നതാണ്. ലീഡർ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജനറൽ പ്രോപ്പർട്ടീസ്, ആരോ ഹെഡ്, ലീഡർ ബ്രേക്ക് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ജനറൽ, ടൈപ്പിനടിയിൽ സ്ട്രെയിറ്റ്, സ്പ്ലൈൻ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ മൾട്ടി ലീഡറിന്റെ സ്റ്റൈൽ പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ബ്ലൂ സെലക്ട് ചെയ്യാം. ഇപ്പോൾ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ കളർ കാണാവുന്നതാണ്. ലൈൻ ടൈപ്പ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് കാണാവുന്നതാണ്. ലൈൻ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ലൈനിന്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ആരോ ഹെഡിൽ നിന്നും നിങ്ങൾക്ക് ഏത് സിമ്പിൾ ആണ് ആരോനെ അസൈൻ ചെയ്തത് അത് ചൂസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പാറ്റേൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആരോന്റെ സൈസ് മെൻഷൻ ചെയ്യാം. നമുക്കിപ്പോൾ ഇതിന്റെ സിമ്പിൾ വീണ്ടും മാറ്റാം. അതിനിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലീഡർ ബ്രേക്ക് ചെയ്യുന്ന സൈസ് ഇവിടെ മെൻഷൻ ചെയ്ത് നൽകാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ മൾട്ടി ലീഡർ മോഡിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് അതിന്റെ പുതിയ മോഡിഫൈഡ് ആയ മൾട്ടി ലീഡർ കാണാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ലീഡർ സ്ട്രക്ചറെ പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾക്ക് സബ് ഓപ്ഷൻസ് ആയ കൺസ്ട്രെയിൻസ്, ലാൻഡിംഗ് സെറ്റിംഗ്സ്, സ്കെയിൽ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന മാക്സിമം ലീഡർ പോയിന്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ വാല്യൂ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ടെക്സ്റ്റിന് ലീഡർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ കാണുന്ന ഫസ്റ്റ് സെഗ്മെന്റ് ആംഗിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആദ്യം ഇവിടെ ഫോം ചെയ്യുന്ന സെഗ്മെന്റിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ സെക്കൻഡ് സെഗ്മെന്റ് ആംഗിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ലീഡറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന സെക്കൻഡ് സെഗ്മെന്റ് ആംഗിൾ അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ലാൻഡിംഗ് സെറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക് ലാൻഡിംഗ്, സെറ്റ് ലാൻഡിംഗ് ഡിസ്റ്റൻസ് എന്നിവ കാണാവുന്നതാണ്. നമുക്കിവിടെ അൺചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പ്രിവ്യൂ വിൻഡോയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാവുന്നതാണ്. ഇവിടെ സെറ്റ് ലാൻഡിംഗ് ഡിസ്റ്റൻസ് എന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇവിടെ കാണുന്ന സ്കെയിൽ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൾട്ടി ലീഡറിനെ സ്കെയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു സ്പെസിഫിക് വാല്യൂ നൽകി ഇവിടുത്തെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇവിടെ കാണുന്നത് കണ്ടന്റ് ടാബ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഓപ്ഷൻസ്, ലീഡർ കണക്ഷൻ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മൾട്ടി ലീഡർ ടൈപ്പ് ചൂസ് ചെയ്യാം. ഇവിടെ ബ്ലോക്ക്, നൺ, എം ടെക്സ്റ്റ് എന്നീ ഓപ്ഷൻസ് കാണാം. നൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ലീഡർ മാത്രമായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുക. എം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ലീഡറും അതോടൊപ്പം തന്നെ ടെക്സ്റ്റും ഡിസ്പ്ലേ ആവുന്നതായിരിക്കും.
ബ്ലോക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ബ്ലോക്കോട് കൂടിയായിരിക്കും ഇവിടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുക. ഇവിടെ ബ്ലോക്ക് ഓപ്ഷൻസ് കാണാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടെ ബ്ലോക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ സോഴ്സ് ബ്ലോക്ക് ഇവിടെ ഒരു സർക്കുലർ ഫോമിൽ കാണാവുന്നതാണ്. ഇവിടെ സിമ്പിൾസ് ആയിരിക്കും ഡിസ്പ്ലേ ആവുക. ഇവിടെ അറ്റാച്ച്മെന്റ് ഓപ്ഷനിൽ ഇൻസേർഷൻ പോയിന്റ്, സെന്റർ എക്സ്റ്റൻസ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ കളർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിന്റെയും അതുപോലെ സിമ്പിളിന്റെയും കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി താഴെ ഈ സ്കെയിൽ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ടന്റ് സ്കെയിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി നമുക്കിവിടെ എം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻസ് അതുപോലെ ലീഡർ കണക്ഷൻ എന്നിവ കാണാം. ഇവിടെ ഡീഫോൾട്ട് ടെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ സെറ്റ് എന്ന് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി മൾട്ടി ലീഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു മൾട്ടി ലീഡർ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡീഫോൾട്ടായി ഇവിടെ ഒരു ടെക്സ്റ്റ് ഇൻസേർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഫോണ്ട് സൈസ്, എഫക്ട്സ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ പ്രിവ്യൂവും കണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്യാൻസൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ടെക്സ്റ്റ് ആംഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾവേസ് റൈറ്റ് റീഡിംഗ്, ആസ് ഇൻസേർട്ടഡ്, കീപ് ഹൊറിസോണ്ടൽ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നോർമൽ റൈറ്റ് റീഡിംഗ് അനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് അലൈൻ ചെയ്യുന്നതിനാണ് ഈ ഓൾവേസ് റൈറ്റ് റീഡിംഗ് ഉപയോഗിക്കുന്നത്. ആസ് ഇൻസേർട്ടഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന അതേ സ്റ്റൈലിലായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് അലൈൻ ആവുക. ഇവിടെ കാണുന്ന കീപ് ഹൊറിസോണ്ടൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ടെക്സ്റ്റ് ഹൊറിസോണ്ടലി പ്ലേസ് ആവുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് കളർ ചൂസ് ചെയ്യാം. നമ്മളിവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതിനാൽ ഇവിടെ ടെക്സ്റ്റ് ഹൈറ്റ് ഹൈലൈറ്റഡ് ആവുന്നതല്ല. ഇവിടെ കാണുന്ന ഓൾവേസ് ലെഫ്റ്റ് ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ടെക്സ്റ്റ് ലെഫ്റ്റ് ജസ്റ്റിഫൈ ആയിരിക്കും ചെയ്യപ്പെടുക. ഇവിടെ ഫ്രെയിം ടെക്സ്റ്റ് എന്ന് നൽകിയാൽ ഒരു ഫ്രെയിം ബോക്സ് ഇവിടെ ടെക്സ്റ്റിന് വരുന്നതായിരിക്കും. ലീഡറിന്റെ കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ അസൈൻ ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ അറ്റാച്ച്മെന്റ് എന്ന് യൂസ് ചെയ്താൽ ഇവിടെ ഹൊറിസോണ്ടലി ടെക്സ്റ്റിനോട് അറ്റാച്ച്ഡ് ആവും. ഇവിടെ വെർട്ടിക്കൽ അറ്റാച്ച്മെന്റ് എന്ന ഓപ്ഷൻ ചെയ്താൽ വെർട്ടിക്കലി ലീഡർ ടെക്സ്റ്റിനോട് അറ്റാച്ച് ആവും. ഇവിടെ നിങ്ങൾക്ക് ടോപ്പ് അറ്റാച്ച്മെന്റ്, ബോട്ടം അറ്റാച്ച്മെന്റ് എന്നിവ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓവർലൈൻ ആൻഡ് സെന്റർ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതേ ഓപ്ഷൻസ് ഇവിടെ വീണ്ടും കാണാവുന്നതാണ്. നമുക്ക് ഡീഫോൾട്ടായി സെന്റർ തന്നെ നൽകാം. അടുത്തതായി നമുക്ക് ഡോക്യുമെന്റിൽ ടേബിൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടേബിളിന്റെ ഓപ്ഷൻസ് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടേബിൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസേർട്ട് ടേബിൾ എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ടേബിൾ സ്റ്റൈൽ, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എന്നിവ കാണാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടേബിളിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. നിങ്ങൾ ഓരോ രീതിയിലും കസ്റ്റമൈസ് ചെയ്യുന്ന ടേബിൾ പ്രോപ്പർട്ടീസ് ഇവിടെ പ്രിവ്യൂവിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും ടേബിൾ ഇൻസേർട്ട് ആവുക. ഇവിടെ സ്പെസിഫൈ വിൻഡോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു വിൻഡോയിനകത്തായിരിക്കും ടേബിൾ ഇൻസേർട്ട് ആവുക. നമുക്കിവിടെ ആദ്യം സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കോളം ആൻഡ് റോ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കോളംസ്, ഡേറ്റ റോസ്, കോളം വിഡ്ത്ത്, റോ ഹൈറ്റ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രിവ്യൂ സെക്ഷനിൽ ഇതാണ് കോളം വിഡ്ത്ത്. നമുക്കിപ്പോൾ ഇവിടെ കോളം വിഡ്ത്ത് 3 ആക്കാം. അതിനുശേഷം ഡേറ്റ റോസിന്റെ എണ്ണം, അതായത് ഈ റോസിന്റെ എണ്ണം നമുക്ക് 2 ആക്കാം. റോ ഹൈറ്റ് നമുക്കിവിടെ 2 എന്ന് നൽകാം. അതിനുശേഷം സെറ്റ് സെൽ സ്റ്റൈൽസ് എന്ന ഈ സെക്ഷനിൽ ഫസ്റ്റ് റോ സെൽ സ്റ്റൈൽ, സെക്കൻഡ് റോ സെൽ സ്റ്റൈൽ, ഓൾ അതർ റോ സെൽ സ്റ്റൈൽസ് എന്നീ ഓപ്ഷൻസ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൈറ്റിൽ, ഹെഡർ, ഡേറ്റ എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ചൂസ് ചെയ്ത് നൽകാവുന്നതാണ്. നമുക്കിപ്പോൾ ആദ്യം ടൈറ്റിൽ, അതോടൊപ്പം ഹെഡർ, പിന്നീട് ഡേറ്റ എന്നതാണ് നൽകേണ്ടതെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ടേബിൾ ഇൻസേർട്ട് ചെയ്യേണ്ട പോയിന്റിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം ടേബിൾ ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. അടുത്തതായി ഇൻസേർട്ട് ചെയ്ത ടേബിളിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ടേബിൾ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ സ്പെസിഫിക് വിൻഡോ ചൂസ് ചെയ്ത് ഡേറ്റ റോസ് 4 എന്ന് നൽകി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ നമുക്ക് ടേബിളിന്റെ ടൈറ്റിൽ നൽകാം. അതിനായി ഇവിടെ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആവശ്യപ്രകാരം ഹെഡിംഗ് ടൈപ്പ് ചെയ്യുക. സ്ക്രൂ ജാക്ക് BOM എന്ന് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ടാബ് പ്രസ് ചെയ്ത് ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുക.
ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ടാബ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അടുത്ത സെല്ലിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെയും ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ടാബ് പ്രസ് ചെയ്ത് ഓരോ സെല്ലിലും കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ എൻ്റർ പ്രസ് ചെയ്താൽ നമ്മൾ അടുത്ത താഴെയുള്ള സെല്ലിലോട്ട് വരുന്നതായിരിക്കും. ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ സെല്ലിലൂടെ നാവിഗേറ്റ് ചെയ്ത് അവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്. എക്സലിനെ പോലെ തന്നെ നമുക്ക് ഇവിടെ ടാബ് പ്രസ് ചെയ്ത് ഓരോ സെല്ലിലും കണ്ടന്റ്സ് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ കണ്ടന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ നമുക്ക് എൻ്റർ പ്രസ് ചെയ്ത് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് സെല്ലിലോട്ട് വരാം. ഇവിടെ വീണ്ടും നമുക്ക് കണ്ടന്റ്സ് ആഡ് ചെയ്യാം. ഇവിടെ ടേബിളിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം പ്ലേസ് ചെയ്തതിനു ശേഷം ഈ ടേബിൾ എഡിറ്റ് സെറ്റിംഗ്സ് നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു തവണ വർക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പെർട്ടിക്കുലർ കോളം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ടേബിൾ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ കോളം മാത്രമായി സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കോളംസിൽ ഡിലീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായി ഈ റോ നമുക്ക് മൊത്തമായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് റോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം റോവും അതോടൊപ്പം കോളവും ഡിലീറ്റ് ആയിരിക്കുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് ഒരു സെറ്റ് കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കോളം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതിനുശേഷം ഇൻസേർട്ട് കോളം ലെഫ്റ്റ്, അതിനുശേഷം ഇൻസേർട്ട് കോളം റൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം ലെഫ്റ്റിലും റൈറ്റിലും കോളംസ് ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. ഈ റോ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് റോ എബവ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇൻസേർട്ട് റോ ബിലോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം മുകളിലും താഴെയുമായി റോ ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ BOM എന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ടൈറ്റിൽ ടെക്സ്റ്റ് എഡിറ്റ് ആയിരിക്കുന്നതായി കാണാം. എക്സൽ ആപ്ലിക്കേഷനെ പോലെ ഈ രണ്ട് സെൽസ് മെർജ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് ഈ രണ്ട് സെൽസും സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെർജ് എന്ന ഓപ്ഷൻ, ബൈ റോ, കോളം എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ബൈ റോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്ന രണ്ട് സെൽസും മെർജ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ മുകളിൽ കാണുന്ന സ്റ്റൈൽ, ഫോർമാറ്റിംഗ്, പാരഗ്രാഫ്, ഇൻസേർട്ട്, സ്പെൽ ചെക്ക്, ടൂൾസ്, ഓപ്ഷൻസ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിനെ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ടേബിൾ ഓപ്ഷൻസ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.